നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാൻസലർ എന്ന നിലയിൽ സർവാധികാരി താൻ തന്നെയാണെന്ന് സർക്കാരിനുള്ള താക്കീത്. എന്റെ വഴികളിൽ തടസ്സം നിന്നാൽ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. സർക്കാരിനെതിരെ സർജിക്കൽ സ്ട്രൈക്കുമായി ഗവർണർ. സർക്കാരും രാജ്ഭവനും തമ്മിൽ നീറിപ്പുകഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ മരണത്തിൽ കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് എത്തിയിരിക്കുന്നത്. വിഷയത്തിൽ വൻ രാഷ്ട്രീയ വിവാദം പുകയുമ്പോഴാണ് ഗവർണറും രംഗത്ത് വന്നിരിക്കുന്നത്. സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ട് വിസിമാരെ നിയമിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുവരികയാണ്. അതിനിടയിൽ സിദ്ധാർത്ഥന്റെ മരണത്തിലെ SFI പങ്ക് ആരിഫ് ഖാനെ കൂടുതൽ പ്രകോപിതനാക്കുന്നു. CPM-നോടും സർക്കാരിനോടും സന്ധിയില്ലാത്ത പോരാട്ടമെന്ന് ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരളത്തിലേത് മികച്ച പോലീസ് സേനയാണെന്ന് പ്രശംസിച്ച ഗവർണർ ഭരണ പാർട്ടി സമ്മതിച്ചില്ലെങ്കിൽ അവരെങ്ങനെ പ്രവർത്തിക്കുമെന്ന ചോദ്യവുമായി സർക്കാരിനെ ഉന്നമിടാനും മറന്നില്ല. സർവകലാശാലകളിലെ ഹോസ്റ്റലുകൾ SFI താവളമാണെന്നും അവരത് ക്രിമിനൽ അനധികൃത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നുമാണ് ഗവർണർ വിമർശിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വലിയ അന്വേഷണം ആവശ്യമാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതായത് സർവകലാശാലകളിലെ SFIയുടെ ഇടപെടലിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണമെന്നും ആ നീക്കത്തിലേക്കും കടക്കാനാണ് ഇനി ആരിഫ് ഖാന്റെ തീരുമാനം. SFI പോപ്പുലർ ഫ്രണ്ട് ബന്ധമെന്ന ആരോപണവും CPM-നെ ലക്ഷ്യമിട്ട് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതായത് PFIയെ നിരോധിച്ചതുപോലെ SFIയെയും നിരോധിക്കണം എന്ന സമീപനമാണ് ഇപ്പോൾ ഗവർണർക്കുള്ളത്. ആ ഒരു തലത്തിലേക്ക് ഗവർണർ കടന്നിരിക്കുകയാണ്. ഒരു സർവകലാശാലയിൽ അനിഷ്ട സംഭവം ഉണ്ടായാൽ ഉടനടി VCക്കെതിരെ നടപടിയെടുക്കുന്ന പതിവില്ല. അതിനാൽ അസാധാരണമാണ് ഗവർണറുടെ ഇപ്പോഴത്തെ തീരുമാനം. അടിയന്തര ഘട്ടത്തിൽ ഏത് അധികാരികൾക്കെതിരെയും നടപടിയെടുക്കാൻ വെറ്റിനറി സർവകലാശാല നിയമത്തിലെ 8-ാം വകുപ്പിൽ വ്യവസ്ഥയുണ്ട്. അതനുസരിച്ചാണ് സസ്പെൻഷൻ. ഒരു കുറ്റകൃത്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിയെ സമീപിക്കുന്നതും പതിവുള്ളതല്ല. സർവീസിലുള്ള ജഡ്ജിയെ അന്വേഷണത്തിന് ലഭിക്കുന്നതും എളുപ്പമല്ല. ഒന്നുകിൽ വിരമിച്ച ജഡ്ജി അന്വേഷണത്തിന് നിയോഗിക്കപ്പെട്ടേക്കാം. ഇല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലിനുള്ള വഴിയൊരുക്കുകയാണ് ഗവർണർ. അതായത് ഈ വിഷയത്തിൽ കേന്ദ്രത്തെ ഇടപെടുത്തണം എന്ന നീക്കത്തിലേക്ക് ഗവർണർ എത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു നടപടി ഉണ്ടായാൽ അത് സർക്കാരിനും CPM-നും SFIക്കും കനത്ത തിരിച്ചടി ഉണ്ടാക്കും. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർവകലാശാല ഗുരുതരമായ അലംഭാവം കാണിച്ചുവെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. 18-ന് മരണം നടന്നുവെങ്കിലും സർവകലാശാല അധികൃതർ അനങ്ങാൻ 4 ദിവസമെടുത്തു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലും VCയോ ഡീൻ ഉൾപ്പെടെയുള്ളവരോ ഗൗരവത്തോടെ കണ്ടില്ല. തുടർന്ന് നീതി തേടി സിദ്ധാർത്ഥന്റെ അച്ഛൻ 26-ന് ഗവർണറെ സമീപിച്ചു. അടിയന്തര നടപടി നിർദ്ദേശിച്ച് ഗവർണർ DGPക്ക് കത്തയച്ച ശേഷമാണ് പോലീസ് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയത്. ഇതിനിടയിലൊന്നും സംഭവത്തിന്റെ ഗൗരവം ചാൻസലറെ അറിയിക്കാൻ VC തയ്യാറായില്ലെന്നാണ് വിമർശനം. ഗവർണർ VCയോട് റിപ്പോർട്ട് തേടിയിരുന്നു. കഴിഞ്ഞ ദിവസം സിദ്ധാർത്ഥന്റെ രക്ഷിതാക്കളെ കാണാൻ തിരുവനന്തപുരത്ത് വന്നപ്പോഴും VC ഗവർണറുമായി കൂടിക്കാഴ്ചയ്ക്ക് മുതിർന്നില്ല. ഇങ്ങനെ ദാരുണ മരണമുണ്ടായി 2 ആഴ്ചയായിട്ടും കാര്യമായി ഒരു നടപടിയും ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് ഗവർണർ ഇടപെട്ടതെന്നാണ് രാജ്ഭവൻ വൃത്തങ്ങളുടെ വിശദീകരണം. ഇതിനിടെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ 18 പ്രതികളും പിടിയിലായതോടെ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസ്. പ്രതികളെ ക്യാമ്പസിൽ എത്തിച്ചുള്ള തെളിവെടുപ്പ് വൈകാതെ പൂർത്തിയാക്കും. സിദ്ധാർത്ഥനെ 4 ഇടത്ത് വെച്ച് പ്രതികൾ മർദ്ദിച്ചുവെന്നാണ് കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. ഒറ്റയ്ക്കിരുത്തിയും ഒരുമിച്ചിരുത്തിയുമാണ് ചോദ്യം ചെയ്യൽ. മർദ്ദനം, തടഞ്ഞുവെക്കൽ, ആത്മഹത്യാ പ്രേരണ എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. ക്രിമിനൽ ഗൂഢാലോചന കുറ്റം കൂടി ചുമത്താൻ സാധ്യതയുണ്ട്. ഇതിന് പര്യാപ്തമായ തെളിവുകൾ പോലീസിന് കിട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ. സിദ്ധാർത്ഥന്റെ വീട്ടിൽ സുരേഷ് ഗോപി സന്ദർശനം നടത്തി. രാവിലെ 6:30ഓടെയാണ് നെടുമങ്ങാട്ടെ വീട്ടിൽ സുരേഷ് ഗോപി എത്തിയത്. സിദ്ധാർത്ഥന്റെ പിതാവ് T. ജയപ്രകാശുമായും കുടുംബാംഗങ്ങളുമായും അദ്ദേഹം സംസാരിച്ചു. കഴിഞ്ഞ ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വീട്ടിലെത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സന്ദർശനം തുടരുന്നതിനിടെയാണ് സുരേഷ് ഗോപിയും വീട്ടിലെത്തി മാതാപിതാക്കളെ കണ്ടത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ഗവർണർ തേടിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കുന്നത്.